ഹലോ എവരിവൺ. ഫേസ്ബുക്ക് ആഡ് മാസ്റ്ററിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ഈ പറയുന്ന നമ്മൾ പുതിയൊരു സെഷൻ കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത് 1 hour വീഡിയോ ഉണ്ടാവും. ഓൾറെഡി കുറേ അധികം വീഡിയോസ് ഈ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഫേസ്ബുക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ അധികം വീഡിയോസ്. നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രോബ്ലം സോൾവിങ് വീഡിയോസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് താഴെ കുറേ അധികം പ്രോബ്ലം സോൾവിങ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിങ്ങൾ അഡ്വർടൈസിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി ഇതുപോലെയുള്ള കുറേ അധികം ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോസ് ഞാൻ താഴത്ത് ഇട്ടിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുറേ അധികം കാര്യങ്ങൾ സംസാരിക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ജസ്റ്റ് സ്പീഡിൽ ഓടിച്ചു പോവുകയാണ്. എല്ലാ കാര്യങ്ങളും കൂടെ സ്പീഡിൽ ഓടിച്ചു പോവുകയാണ്. ഇതെന്ന് വെച്ചാൽ ആഡ് മാനേജർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മൾട്ടിപ്പിൾ അക്കൗണ്ട് ആഡ് മാനേജർ ഉള്ളവർക്ക് മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ക്യാമ്പയിൻസ് എന്ന് പറയുന്ന ഏരിയയിലോട്ട് വരിക. ക്യാമ്പയിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ ക്യാമ്പയിൻസ് എടുക്കാം. അപ്പോൾ ഇതിൽ പലതരത്തിലുള്ള ക്യാമ്പയിൻസ് ഓപ്ഷൻസ് ഉണ്ട്. അവയർനെസ് ഉണ്ട്, ട്രാഫിക് ഉണ്ട്, എൻഗേജ്മെന്റ് ഉണ്ട്, ലീഡ്സ് ഉണ്ട്, ആപ്പ് പ്രൊമോഷൻസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്. ഇതിൽ നമ്മൾ ഫണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ആദ്യം അവയർനെസ് നമ്മൾ ചെയ്യണം. അവയർനെസ് ചെയ്ത് അതിൽ എത്രത്തോളം നമുക്ക് ആൾക്കാരിലോട്ട് കാണിക്കാൻ വേണ്ടി പറ്റും. വളരെ തുച്ഛമായിട്ട് എമൗണ്ടിൽ മാസമായിട്ടുള്ള ആൾക്കാരിലോട്ട് ഈ അവയർനെസ്സിലൂടെ കാണിക്കാൻ വേണ്ടി പറ്റും. ഇത് അവയർനെസ്സിനെ താഴ്ത്തു കൊടുത്തേക്കുന്നുണ്ടോ? ഇത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ താഴത്തായിട്ട് ഷോ യുവർ ആഡ്സ് പീപ്പിൾ ഹു ആർ മോസ്റ്റ് ലൈക്ലി ടു റിമെമ്പർ ദം എന്ന് പറയുന്ന ഏരിയയിലോട്ട് പോകും. അപ്പോൾ ഗുഡ് ഫോർ എന്ന് വെച്ചാൽ ഇത് എന്തിനാണ് കൂടെ റീച്ച് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ബ്രാൻഡ് അവയർനെസ് വീഡിയോ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു അവയർനെസ് വീഡിയോസ് നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ താഴത്ത് ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അത് ജസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. പിന്നെ ട്രാഫിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലിങ്ക് ആഡ് ഓൺ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ലാൻഡിങ് പേജ് എന്ന് ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റിലോട്ട് നിങ്ങൾക്ക് ലിങ്ക് കൊടുത്തിട്ട് അതിലോട്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലോട്ട് ലിങ്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. കോൾസ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. മെസ്സേജസിന്റെ ഓപ്ഷനിലോട്ടും കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് ട്രാഫിക് എങ്ങോട്ട് റീഡയറക്റ്റ് ചെയ്യുന്നു അതാണ് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ നമുക്ക് കൂടുതൽ സെയിൽസും കാര്യങ്ങളും കണക്ഷൻസ് ഒക്കെ കിട്ടുന്നതാണ്. അപ്പം നിങ്ങളുടെ ക്രിയേറ്റീവ് നന്നായിരിക്കണം, അത് വേറെ കാര്യം. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ എൻഗേജ്മെന്റ് ആണ്. ആ എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ സെയിം കാര്യങ്ങളൊക്കെ തന്നെ. മെസ്സേജസ് ആണ് മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. പല ഏരിയാസിലോട്ട് വാട്സപ്പ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാം. വാട്സപ്പിലോട്ട് മെസ്സേജസ് നമുക്ക് ട്രാൻസ്ഫർ മെസ്സേജസ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ വാട്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായി. വാട്ടിയിൽ നല്ല കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് എല്ലാം യൂസ് ചെയ്തിട്ട് ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കുറേ അധികം ലീഡ്സ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം എൻഗേജ്മെന്റ് അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കോൾസ് കൺവേർഷൻസ് ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇതെല്ലാം നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. എന്ന് വെച്ചാൽ 1 മണിക്കൂർ കൊണ്ട് ഈ ഒരു വീഡിയോ തീർക്കണം. ഓക്കെ, പിന്നെ ലീഡ്സ് ആണ്. ലീഡ്സ് ഇൻസ്റ്റന്റ് ഫോംസ് ഉണ്ട് ഇതിൽ. പിന്നെ മെസ്സഞ്ചേഴ്സ്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, കൺവേർഷൻസ് എല്ലാം. ഇപ്പോൾ വെബ്സൈറ്റിൽ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ വെബ്സൈറ്റിൽ നമ്മൾ ഈ പറയുന്ന ഫോംസ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ട് അതിൽ പിന്നെ കൊടുക്കുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ട്രാക്കിംഗ് ഇല്ല, നിങ്ങൾ ട്രാക്കിംഗ് ഇല്ല, നിങ്ങൾ അഡ്വർടൈസിങ് ചെയ്യാൻ വേണ്ടി പോവില്ലേ. ഓക്കെ, മീൻസ് വെബ്സൈറ്റ് ഇല്ല, നിങ്ങൾ അഡ്വർടൈസിങ് ചെയ്യാൻ വേണ്ടി പോവില്ലേ. എന്ന് വെച്ചാൽ ട്രാക്കിംഗ് മസ്റ്റ് ആണ് ഇതിൽ. പിന്നെ ഒരു അഡ്വർടൈസിങ് ചെയ്യുമ്പോൾ അപ്പോൾ വെബ്സൈറ്റ് ട്രാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓടിച്ച് ഞാൻ കാണിച്ചു പോവാം. അപ്പോൾ ഇതാണ് ഇതിലുള്ള കാര്യം. അപ്പോൾ പിന്നെ ആപ്പ് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ, ആപ്പിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ റീഡയറക്റ്റ് ചെയ്തിട്ട് ആപ്പിലോട്ട് പോകും. അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സെയിൽസ് എന്നുള്ള ഏരിയ ആണ്. പ്യുവർ സെയിൽസ് എന്നുള്ള ഏരിയ ആണ്. അപ്പം ഇതിലെല്ലാം ട്രാക്കിംഗ് ആണ് മെയിനായിട്ട് വേണ്ടത്. ഇപ്പോൾ മെയിനായിട്ട് ഇതിൽ പറയുന്ന ഷോപ്പിംഗ് എന്ന് പറയുന്ന ഏരിയയിലാണ് നമ്മൾ സെയിൽസ് കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അപ്പം നമുക്ക് കൽസോൾ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിലെല്ലാം കണ്ടിട്ടുണ്ടല്ലോ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പിന്നെ ഓപ്ഷൻസ് ഒക്കെ. അപ്പോൾ നിങ്ങൾ ഷോപ്പിഫൈ ഒക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഏരിയയും കൂടെയാണ് ഈ സെയിൽസ് എന്ന് പറയുന്നത്.
നമുക്ക് ആദ്യം അവയർനെസ് അല്ലെങ്കിൽ ലീഡ് ജനറേഷൻ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ് ലീഡ് ജനറേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ. ആദ്യം നമുക്ക് അത് എടുക്കാം. ലീഡ് ജനറേഷൻ എടുത്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ലീഡ് ക്യാമ്പയിൻസ് അത് കൊടുക്കല്ലേ, കൊടുക്കാൻ മാനുവലായിട്ട് നമുക്ക് മാനുവലായിട്ട് ചെയ്യാൻ പിന്നെ അറിയാമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പം കറക്റ്റായിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഈ പറയുന്ന ഇന്ന് 17 17/8 എന്നിട്ട് ന്യൂ ലീഡ് ക്യാമ്പയിൻ കൊടുക്കാം. എന്നിട്ട് ഇത് കോപ്പി ചെയ്യുക. എന്നിട്ട് എല്ലാത്തിലോട്ടും കൂടെ പേസ്റ്റ് ചെയ്യാം. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ന്യൂ ലീഡ് ക്യാമ്പയിൻ എന്നിട്ട് താഴത്തോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിലും ഒന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും ഏതാണ് പിന്നെ അതിനായിട്ട് ലാസ്റ്റ് കാണിച്ചത്, എന്തിനാ ചെയ്തതെന്ന് ലാസ്റ്റ് കാണിച്ചത്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. ബേസിക് ആയിട്ട് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ പോവുക, അതിൽ നിന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അപ്പം പിന്നെ ബൈ ആക്ഷൻ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലീഡ്സ് ആണ്. പിന്നെ ലീഡ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ പിന്നെ അഡ്വാൻറ്റേജ് പ്ലസ് ക്യാമ്പയിനിങ് ബഡ്ജറ്റ് എന്നൊക്കെ പറയും. ഇതൊക്കെ നല്ലതാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ നമുക്ക് പിന്നെ ഡയറക്റ്റ് ഈ അഡ്വാൻറ്റേജ് പ്ലസ് ക്യാമ്പയിൻ എന്നൊക്കെ ഓട്ടോമേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ കുറേ അധികം എമൗണ്ട് നമ്മുടെ പിന്നെ പോകുന്നുള്ളതാണ്. പോകും മീൻസ് അത് പഠിക്കുന്നതാണ്. നമ്മുടെ ആഡ് അക്കൗണ്ട് ഏതൊക്കെ ആൾക്കാരിലോട്ടാണ് ഇത് എത്തിക്കേണ്ടതെന്നുള്ളത് അവർ പഠിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ്ബുക്ക് മെറ്റ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് അത് ഓണാക്കണ്ട. അത് ഓണാക്കാതെ നമുക്ക് മാനുവലായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ A/B ടെസ്റ്റിംഗ് ഉണ്ട്. A/B ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വേരിയൻസ് നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഏതാണ് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്തെന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നൊരു ഓപ്ഷനാണ് A/B ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ സ്പെഷ്യൽ ആഡ് കാറ്റഗറി, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രശ്നമാണിത്. എന്നുവെച്ചാൽ എംപ്ലോയ്മെന്റ് ആണ്, ഹൗസിംഗ് ആണ്. ഹൗസിംഗ് മീൻസ് നിങ്ങൾ ഏതെങ്കിലും ഹൗസ് സെല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, മോർഗേജ് ലോൺസ് കാര്യങ്ങൾ, പിന്നെ ഹോം ഓണേഴ്സ് ലിസ്റ്റിംഗ്, അങ്ങനെയുള്ള റിയൽ എസ്റ്റേറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. റിയൽ എസ്റ്റേറ്റിനൊക്കെ പിന്നെ അതൊക്കെ റെഗുലേറ്ററി ആണ്. അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മുടെ കയ്യിൽ അത് വിൽക്കാനുള്ള അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം വേണം. എന്നാൽ മാത്രമേ ഇതിലൊക്കെ വിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ പൊളിറ്റിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള അതൊക്കെയാണെങ്കിൽ ഇതിൽ നമ്മൾ കൊടുക്കണം, സ്പെഷ്യൽ കാറ്റഗറി കൊടുക്കണം. പിന്നെ ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ആണെങ്കിൽ അതൊക്കെ നമുക്ക് സ്പെഷ്യൽ കാറ്റഗറി കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഞാനിപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ നോർമൽ ആയിട്ടുള്ള അതിലൊന്നും റിലേറ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ്, ഒരു ആഡാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് ഇപ്പോൾ കാണിക്കാം. കൺവേർഷൻസിൽ ലൊക്കേഷൻ, ഇപ്പോൾ നമുക്ക് മെസ്സേജസ്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഇപ്പം വാട്സപ്പിലോട്ട് കൊടുക്കുക. പക്ഷേ നിങ്ങൾ മാക്സിമം വാട്സപ്പിലോട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ബിസിനസ് അക്കൗണ്ട് വെരിഫിക്കേഷൻ ചെയ്തതാണെന്ന് ആദ്യം ഉറപ്പുവരുത്തുക. ഈ അക്കൗണ്ട് ബിസിനസ് വെരിഫിക്കേഷൻ ചെയ്തതാണെങ്കിൽ മാത്രം നിങ്ങൾ വാട്സപ്പിലോട്ടൊക്കെ കണക്ട് ചെയ്യുക, എന്നിട്ട് മാത്രം ചെയ്യുക. അല്ലെങ്കിൽ ബ്ലോക്കായി പോകും. വാട്സപ്പ് അഡ്ഡപ്പോട്ടല്ലേ അടിച്ചു പോകുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ, പിന്നെ കോൾസ് വരുന്ന രീതിയിലൊക്കെ നമുക്ക് അഡ്വർടൈസിങ് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? അപ്പോൾ നമുക്കിപ്പം വെബ്സൈറ്റിലോട്ട് റീഡയറക്റ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് നമുക്ക് എടുക്കാം, ലീഡ്സ് എടുക്കാം. അതായിരിക്കും ബെറ്റർ. അതാകുമ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ടാവും. ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. വെബ്സൈറ്റ് ഓൾറെഡി ട്രാക്ക്ഡ് ആണെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മാക്സിമം നമ്പർ കൺവേർഷൻ അത്രേ ഉള്ളൂ. പിന്നെ അതർ ഗോൾസ് ആയിട്ട് മാക്സിമം നമ്പർ ഓഫ് ലീഡിങ് പേജ് വ്യൂസ്. നമുക്ക് കൺവേർഷൻ ആണ് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും കൂടി ബ്രാൻഡിങ്ങിനൊക്കെയാണ് ഈ പേജ് വ്യൂസും കാര്യങ്ങളൊക്കെ. കൺവേർഷന് കുറച്ചുകൂടെ എമൗണ്ട് സ്പെൻഡ് ആകും, അതാണ് വേറൊരു കാര്യം. അപ്പം
കോസ്റ്റ് പെർ റിസൾട്ട് അത് ഓപ്ഷണലാണത്. അത് നിങ്ങൾ ബിറ്റ് റേറ്റ് കൊടുക്കണം എന്നൊക്കെ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ബിറ്റ് റേറ്റ് കണക്ക് പിന്നെ നോക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോ എന്തായാലും ചെയ്ത് ഇടാം. ജസ്റ്റ് ഇതൊന്ന് ഓണാകുന്ന രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഓടിച്ചു പോവുകയാണ്. അപ്പം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വാല്യൂസ് നൽകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങളിപ്പം ഈ ബഡ്ജറ്റ് നോക്കുമ്പോൾ നമുക്ക് ലൈഫ് ടൈം ബഡ്ജറ്റ് ഇടാം, ഡെയിലി ബഡ്ജറ്റ് ഇടാം. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഡെയിലി ബഡ്ജറ്റ് ഇട്ട് പോകുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. അത് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ എന്താണ് പ്രൊഡക്റ്റ്, എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചിലർ ബ്രാൻഡിങ്ങിന് വേണ്ടി ചെയ്യും, ചിലർ സെയിൽസിന് വേണ്ടി ചെയ്യും. ഇപ്പോൾ ഇപ്പം മിനിമം 200 എങ്കിലും ഇട്ട് ചെയ്യണം എന്നാണ്. 200 അല്ല, മിനിമം 800 ആണ് ഇവർ പറയുന്നത്. ഗെറ്റിന് കൺവേർഷൻ ബഡ്ജറ്റ് അപ്പം 250 ആണ്. അത് താഴത്ത് എഴുതി കാണിക്കും എത്രയാണ് ബഡ്ജറ്റ്. 280 ആണ് അവർ പറയുന്നത്. അപ്പം 280 ടു 200 ചെയ്യാണ്ട് പറ്റും. അപ്പം സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് എൻഡ് ഡേറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം അത് ഓഫാക്കി ഇടുക. പിന്നെ സെറ്റിങ്സ് അപ്പം ഇതില് നിങ്ങൾ നോക്കേണ്ട വേറൊരു കാര്യം എന്താ മനസ്സിലായി? ഇതിലെല്ലാം മുന്നായിട്ട് താഴത്തോട്ട് വന്നിട്ട് സ്വിച്ച് ഒറിജിനൽ ഓഡിയൻസ് ഓപ്ഷൻ അത് നിങ്ങൾ ആദ്യം കൊടുക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് യൂസ് അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ആരെയാണ് കണക്ട് ചെയ്യേണ്ടത് അവരിലോട്ട് അഡ്വർടൈസ്മെന്റ് എത്തുന്ന രീതിയിൽ നിങ്ങളെ കാണിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇവർ എഴുതുകയൊക്കെ ചെയ്യും 9.7% ലോവർ കോസ്റ്റ് പെർ റിസൾട്ട്, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ റിസൾട്ട് കിട്ടും എന്നൊക്കെ, അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുമെന്നാണ് എഴുതുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഇവരും ഒക്കെ ട്രൈ ഔട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. കൊണ്ട് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന ആൾക്കാരിലോട്ട് കാണിക്കാം, അഡ്വർടൈസ്മെന്റ് കാണിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ജസ്റ്റ് വെബ്സൈറ്റ് ഇട്ട് കൊടുത്താൽ മതി. ആ വെബ്സൈറ്റിൽ അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ബിസിനസ് ഏതാണെന്ന് ഈ പറയുന്ന മെറ്റ കണ്ടുപിടിച്ചിട്ട് അവരിലോട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയുള്ള ഓഡിയൻസിലോട്ട് കാണിക്കുക എന്നൊരു സെറ്റപ്പിലോട്ട് ഇനി ഭാവിയിലോട്ടൊക്കെ വരും. ഇപ്പം അത്രയും സെറ്റപ്പ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് യൂസ് ഒറിജിനൽ ഓഡിയൻസ് കൊടുക്കുക. അപ്പം ഒറിജിനൽ ഓഡിയൻസ് കൊടുത്തു. എന്നിട്ട് പിന്നെ ഇതില് കേരള ഇന്ത്യ സ്റ്റേറ്റ് ഫുള്ളായിട്ട് കൊടുക്കാം. കൊടുക്കണം, അങ്ങനെ കൊടുക്കാം. പിന്നെ റീച്ച് മോർ റെസ്പോൺസ് ആഡ്. അപ്പം നിങ്ങളുടെ റെസ്പോൺസ് ചെയ്യുന്ന രീതിയിൽ റീച്ച് ചെയ്യണോ? അങ്ങനെ വേണ്ട, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ മതി. റെസ്പോൺസ് ഒക്കെ ആൾക്കാർ പലതും ഉഡായിപ്പ് റെസ്പോൺസ് ഒക്കെ കിട്ടും. റീച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എല്ലാ ഉഡായിപ്പ് ലീഡ്സ് ആയിരിക്കും കിട്ടുക. പിന്നെ ഇതിൽ വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇതിങ്ങനെ താഴോട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴേ ഇവിടെ ഒരു ഇത് കണ്ടോ, നമുക്കിപ്പം ഇപ്പോൾ കൊച്ചിയിൽ നമുക്ക് ഏതെങ്കിലും ഏരിയ ആണ് വേണ്ടത്. കൊച്ചിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഇവിടെ പോയിട്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കും. നമുക്ക് ഈ ട്രാഗ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടിടണം. അതെങ്ങനെയാ പറ്റുമെന്ന് ഇപ്പോൾ കാണിക്കാം. നമുക്ക് ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. എറണാകുളം. ഓക്കെ, നമ്മളപ്പം ഡ്രോപ്പ് പിൻ എന്ന് പറയുന്ന ഓപ്ഷൻ, എന്നിട്ട് ഈ എറണാകുളം ക്ലിക്ക് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഇവിടെ വന്നു. മുകളിലായിട്ട് ഇങ്ങനെ ഒരു ഇത് വന്നു.
ഇത് നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ ആണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എത്ര കിലോമീറ്റർ? ഒരു 30 കിലോമീറ്റർ ഒക്കെ ആണ് ഒരു ഐഡിയൽ ആയിട്ട്. ഇപ്പം ഇതിങ്ങനെ ഇവിടെ എഡിറ്റ് ചെയ്യാം. 30 പോട്ടെ, 30 കിലോമീറ്റർ ആണ് കാണിക്കുന്നുണ്ടാവും. 30 കിലോമീറ്റർ. പിന്നെ റീജിയൻ വൈസ് ഒക്കെ ചെയ്യാണ്. അത് ഈ ഡീറ്റെയിൽ ആയിട്ടൊക്കെ യൂട്യൂബിലുണ്ട്, നിങ്ങൾ അതൊക്കെ മാക്സിമം നോക്കുക. ഇതിൽ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അവെയർ ആയിരിക്കാൻ വേണ്ടി എങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അപ്പം ഈ പറയുന്ന ഏജ് ഇവിടെ പെൻസിൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഏജ് മാറ്റാവുന്നതാണ്, ജെൻഡർ മാറ്റാവുന്നതാണ്. പിന്നെ അഡ്വാൻറ്റേജ് പ്ലസ് ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് അത് വേണ്ട നമുക്ക്. ഡീറ്റെയിൽ ടാർഗറ്റിങ്ങിലാണ് പരിപാടി ഫുൾ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എനിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് ആണ്, ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. റിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിലോട്ട് ഇപ്പോൾ ഡെമോഗ്രാഫിക്സ്, ഇൻട്രസ്റ്റ്, ബിഹേവിയർ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റിൽ ആ ഒരു സെഗ്മെന്റിൽ വാങ്ങിക്കാൻ നിൽക്കുന്ന ആൾക്കാർ, എന്ന് വെച്ചാൽ വീട് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, ഹൗസിങ്. അപ്പം അവരെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? അപ്പം ക്യാഷ് ഉണ്ട് സമ്മതിച്ച്, ക്യാഷ് ഉള്ളവർക്ക് എല്ലാവരും ഈ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹമുള്ളവരാണോ എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. ഇപ്പോൾ അങ്ങനെ ഇപ്പം ബിസിനസ് ഓണേഴ്സൊക്കെ ഈ പറയുന്ന ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളതുണ്ടാവും, ഇല്ലാത്തതുണ്ടാവും. ചിലപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം ബിസിനസ് ഓണേഴ്സ് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ സിഒ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറേ അധികം സെക്ഷൻസ് ഉണ്ട്. ബിസിനസ് ആൾക്കാരെയും പിന്നെ അതുപോലെ തന്നെ ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് കാണിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, നേരെ ഇവിടെ പോവാം, എന്നിട്ട് കോപ്പൈലറ്റ് എടുക്കുക, ഇത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയിട്ട് I want to target from methods to real estate for flat buying peoples. Please give me നമ്മളിപ്പം ഈ ഒരു സെന്റൻസ് അടിച്ചു കൊടുക്കുക. ഏതാ പിന്നെ ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ അടിച്ചു കൊടുക്കുക. ടാർഗറ്റ് ഓഡിയൻസ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് നമുക്ക് ഈ ഒരു സെഗ്മെന്റ് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഇൻകം ലെവൽ നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തല്ലേ. ഇൻകം ലെവൽ ഇത് അമേരിക്കൻ കോൺടെസ്റ്റിലാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. ഇൻകം ലെവലും നമുക്ക് ഇതിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഇൻകം ലെവലില്ല. നമുക്ക് പിന്നെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ടാർഗറ്റിംഗ് ആണ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്. മാരീഡ് ഉണ്ടോ?
നമ്മൾ മാരീഡ് കൊടുത്തു. ഓക്കെ, അപ്പോൾ മുകളിൽ ഇങ്ങനെ കാണിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് വേണമെന്ന് നോക്കണം. പാരന്റൽ സ്റ്റാറ്റസ് നമുക്ക് അത് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഫുള്ളായിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും. പാരൻസ് വിത്ത് ചിൽഡ്രൻ അങ്ങനെ ഒരു സംഭവം കാണിക്കും. അത് ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ പിന്നെ ഐഡിയൽ കസ്റ്റമേഴ്സ് എങ്ങനെയുള്ളതാണെന്ന് വെച്ചിട്ടാണ്. ഇത് ഇങ്ങനെ കാണിക്കൊന്നും വേണ്ട, ഇത് നല്ല കൊടുത്താൽ മതി. അപ്പം അങ്ങനെയുള്ള പാരൻസ് ആൾക്കാരായിരിക്കും വാങ്ങിക്കുക ഈ ഒരു ഫ്ലാറ്റ്. പിന്നെ ഇൻട്രസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ, അത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറേ പ്രോപ്പർട്ടി പോർട്ടൽസിൽ കയറുന്നത് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഹോം ലോൺ മോർഗേജ് കാൽക്കുലേറ്റർ അതൊക്കെ യൂസ് ചെയ്യുന്നത് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ലക്ഷറി ലൈഫ് സ്റ്റൈല് ബിഹേവിയർ, പിന്നെ റീസെൻ്റ്ലി ഇൻട്രസ്റ്റിംഗ് ഉണ്ടോ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇത് നമ്മൾ അടിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഫ്രണ്ട്സ് ഓഫ് പീപ്പിൾസ് വിത്ത് റീസെൻ്റ്ലി ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ല. അപ്പൊ ചില ഓപ്ഷൻ ഒന്നും ഇങ്ങനെ കാണിക്കില്ല എന്ന് വെച്ചാൽ ചിലപ്പം മറ്റ് രാജ്യങ്ങളുടെ കോണ്ടസ്റ്റ് വെച്ചിട്ടായിരിക്കും ഇത് വരിക. ഇന്ത്യൻ ഇന്ത്യ എന്ന് അടിച്ചു കൊടുത്താൽ ഇന്ത്യയായിട്ട് റിലേറ്റഡ് ഉള്ള വരും. സോറി, അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുമ്പം അങ്ങനെ അടിച്ചു നോക്കുക. പീപ്പിൾ ഹു ഹാവ് വിസിറ്റഡ് ഫേസ്ബുക്ക് ഗെയിമിംഗ്, അത് വേണ്ട.
അപ്പോൾ ഇതൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, പിന്നെ ഒരു അടിപൊളി ഐറ്റം ഉണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ലാംഗ്വേജ്, നിങ്ങൾക്ക് മലയാളം ലാംഗ്വേജ്, നിങ്ങൾ കേരളത്തെയാണ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് മലയാളം കൊടുക്കുക. മലയാളം പിന്നെ ഇംഗ്ലീഷും കൂടെ കൊടുത്തേക്കുക. ഓക്കെ, സേവ് ഓഡിയൻസ് കൊടുക്കുക. മറ്റ് പിന്നെ നിങ്ങൾ ഇന്നത്തെ ഡേറ്റ് കൊടുത്തിട്ട് സേവ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ വേറെ എപ്പോഴെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഓഡിയൻസ് അല്ല, അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് ഓപ്പാണ് കിടക്കുന്നത്. നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഏജ് ഈ പറയുന്ന പോലെ 18 ടു ഏജ് ഒന്ന് തിരുത്താണ്ട്. ഏജ് നമുക്ക് ഇതിൽ കാണിച്ചല്ലോ, എത്രയാ, 28 ടു 55, അത് കൊടുക്കുക. ഓക്കെ, ഇവിടെ സൈഡിൽ കാണിക്കും കൺവേർഷൻസ് 720 വരെ കൺവേർഷൻസ് കാണിക്കും. പിന്നെ റീച്ച് ഇത്ര ഉണ്ടെന്നൊക്കെ കാണിക്കും. പിന്നെ പ്ലേസ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ അഡ്വാൻറ്റേജ് പ്ലസ് പ്ലേസ്മെന്റ് മാറ്റിയിട്ട് മാനുവൽ ആക്കി കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ മാത്രം കാണിച്ചാൽ മതി. ത്രെഡ്സ് ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന്. ത്രെഡ്സിൽ ആരെങ്കിലും കൊടുത്തിട്ട് അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കമന്റ് സെക്ഷൻ ഉണ്ട്, അതിൽ കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ആസ്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സെക്ഷൻ ഇപ്പുറത്തായിട്ടുണ്ട്, ആസ്ക് ക്വസ്റ്റ്യൻ. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മെസ്സഞ്ചേഴ്സ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നാരോ ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ആദ്യം നിങ്ങൾ അവയർനെസ് ഒക്കെ ചെയ്യുമ്പോഴേ നിങ്ങൾ നാരോ ഡൗൺ ചെയ്യാതെ അവയർനെസ്സിന് വേണ്ടി ആദ്യം വൈഡായിട്ട് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് കുറേ അധികം പിന്നെ റെസ്പോൺസ് കിട്ടും. അതിനനുസരിച്ച് എന്ന് വെച്ചാൽ ഇംപ്രഷൻസ് കിട്ടും. അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനെ റീടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ആ ഒരു പിന്നെ ആഡ് അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് അതിനെ പിന്നെ അവയർനെസ്സിലോട്ടും ലീഡിലോട്ടും കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് 1-on-1 മീറ്റിംഗ്സ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. എന്നുവെച്ചാൽ എൻ്റെ ഈ പറയുന്ന ജസ്റ്റ് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. പിന്നെ സ്പെസിഫിക് മൊബൈൽ ഡിവൈസിന് കാര്യങ്ങളൊക്കെയാണ്, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ പക്കയായിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അതൊക്കെ സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടാണ് അതൊക്കെ സ്പെസിഫിക് ചെയ്തിട്ട് ടാർഗറ്റ് ചെയ്യാവുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ സെക്ഷൻ ഇത്രേ ഉള്ളൂ. നമ്മൾ വേറെ ഇനിയൊന്നും ക്രിയേറ്റ് റൂൾ സെറ്റ് എന്നൊക്കെ പറയുന്ന ഏരിയാസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര സെറ്റപ്പ് ആയിട്ടുള്ള പരിപാടിയാണ്. അതൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇടുന്നതാണ്. അതൊക്കെ ഭയങ്കരമായിട്ട് നാരോ ഡൗൺ ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പം അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ലുക്ക് ലൈക്ക് ഓഡിയൻസ് എന്ന് പറയുന്ന ഏരിയാസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വേണമെങ്കിൽ ലുക്ക് ലൈക്ക് ഓഡിയൻസ് ഞാൻ കാണിച്ചു തരാം എങ്ങനെ എടുക്കുന്നത്. ക്രിയേറ്റ് ന്യൂ ഓഡിയൻസ് എന്ന് പറയുന്ന ഏരിയാസിൽ സൈഡിലായിട്ട് ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഏരിയാസിൽ കസ്റ്റം ഓഡിയൻസ് എന്ന് പറയുന്ന ഏരിയയിൽ പോയിട്ട് കസ്റ്റം ലിസ്റ്റ് നിങ്ങൾക്ക് ഇടാം. അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ടാമത്തെ ലുക്ക് ലൈക്ക് ഓഡിയൻസ് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് പോയിട്ട് എക്സിസ്റ്റിംഗ് ഓഡിയൻസ് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. ഓക്കെ,
കസ്റ്റം ഓഡിയൻസ് വിത്ത് കസ്റ്റമർ വാല്യൂ. നിങ്ങൾക്ക് വാല്യൂ സെറ്റ് ചെയ്യാം, ഏതൊക്കെ ഓഡിയൻസ് എത്ര വാല്യൂ കൊടുക്കണം, അതനുസരിച്ച് ഇത് ടാർഗറ്റ് ചെയ്യും, ഓട്ടോമാറ്റിക്കായി ടാർഗറ്റ് ചെയ്യും. നിങ്ങൾ ചെയ്യുമ്പം ഇത് നിങ്ങൾ 10/10 ഒന്നും കൊടുത്തിട്ടേക്കല്ലേ, പോയിട്ട് 10/10 ഒന്നും കൊടുത്തിട്ടേക്കില്ല. നിങ്ങൾ ജസ്റ്റ് 5 അല്ലെങ്കിൽ 5 പോലും വേണ്ട, 3 വല്ലതും വിടുക. മിനിമം ഒരു 1000 കോണ്ടാക്ട്സ് എങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ മെയിൽ ഐ ഡി അല്ലെങ്കിൽ കോണ്ടാക്ട്സ് വേണം നിങ്ങളുടെ കയ്യിൽ. എന്നിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു ഓപ്ഷനൊക്കെ യൂസ് ചെയ്യാം. നമ്പർ ഓഫ് ലുക്ക് ലൈക്ക് എത്ര എന്ന് വെച്ചാൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, you can create a multiple lookalike differentiate level up similar to your sources that is allowed to your bit differently for audience with different conversion values. അപ്പോൾ ഈ 3 കൊടുക്കുന്നത് നിങ്ങൾക്ക് അത്രയും ഇപ്പം 1000 പേരാണ് നിങ്ങളുടെ പിന്നെ ഈ പറയുന്ന ഓഡിയൻസ് ഉള്ളെങ്കിൽ അതിനെ പിന്നെ ഡിവൈഡ് ചെയ്തിട്ട് സിമിലർ ആയിട്ടുള്ള 3 ആൾക്കാരെ വെച്ചിട്ടാണ് അതിൻ്റെ ടാർഗറ്റിങ് പോകുന്നത്. നിങ്ങൾ അതൊക്കെ ഒന്ന് മാക്സിമം നോക്കുക. അപ്പോൾ ഇതിൽ ഫയലൊക്കെ ആഡ് ഓൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് ക്രിയേറ്റ് ഓഡിയൻസിലോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ പോവുക, അതിൽ സെർച്ച് ചെയ്താൽ മതി ലുക്ക് ലൈക്ക് ഹൗ ടു ക്രിയേറ്റ് ലുക്ക് ലൈക്ക് ഓഡിയൻസ് എന്നതുകൊണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഏജ് ഇപ്പം നമുക്ക് ഓൾറെഡി ഇപ്പോൾ സേവ് ചെയ്തിട്ടുള്ള ഇപ്പം ഇത് കണ്ടോ, ഇതാണ് ഇപ്പോൾ സേവ് ചെയ്തത്, അത് നമ്മൾ എടുക്കുക. ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് താഴത്തോട്ട് വരിക, താഴത്തോട്ട് വന്നിട്ട് നെക്സ്റ്റ് പോവുക. നെക്സ്റ്റ് പോയിട്ട് പിന്നെ ഇത് ഐഡൻറ്റിഫൈ പേജ് യൂസർ ഇൻസ്റ്റഗ്രാം ഇതൊക്കെ ആഡ് ഓൺ ആണെന്ന് നോക്കുക. ഇത് തമ്മിൽ കണക്റ്റഡ് ആണെന്ന് ആദ്യം പിന്നെ ബിസിനസ് പ്രൊഫൈലിൽ പോയി നോക്കണം, ആദ്യം കണക്റ്റഡ് ആണോ എന്ന്. ഓക്കെ, ഇപ്പം പിന്നെ യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ് ഓർ ക്രിയേറ്റ് മോക്കപ്സ്, ക്രിയേറ്റ് ആഡ്. അപ്പം യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ് ഇത് ഓഫാക്കി ഇട്ടേക്കുക. എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്മൾ അഡ്വർടൈസിങ് ആഡ്സ് ആണ് റൺ ചെയ്യുന്നെങ്കിൽ മാത്രം അത് ഓൺ ചെയ്തിട്ടേക്കുക. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്രിയേറ്റീവും കാര്യങ്ങളൊക്കെയാണ്. സെലക്ട് പോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ക്രിയേറ്റ് സെലക്ട് പോസ്റ്റിന് ഞാൻ കാണിച്ചതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസ് ഇതിൽ പിന്നെ ക്ലിക്കാവും. അപ്പോൾ ഇത് ഇപ്പം എനിക്ക് അഡ്വർടൈസിങ് ചെയ്യാം, മാക്സിമം ആൾക്കാരിലോട്ട് കാണുന്ന രീതിയിലേ അഡ്വർടൈസിങ് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ള ഏരിയാസിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ആയി വരുന്നതാണ്. പിന്നെ കോൾ ടു ആക്ഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, ആഡ് ബട്ടണിൽ എന്താണ് കൊടുക്കേണ്ടത്. ഇപ്പം നമുക്ക് ഇപ്പം വേണ്ടതെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമുക്ക് റീഡയറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ പിന്നെ വാച്ച് മോർ എന്നുള്ള ഇത് കൊടുത്തിട്ടേ ഇപ്പോൾ യൂട്യൂബ് വീഡിയോസിൻ്റെ ഓപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് കൊടുക്കാം. marketads.com. അതായത് ഇപ്പോൾ താഴത്ത് പോകുമ്പോൾ വേണ്ട വാച്ച് മോർ എന്നുള്ള ഏരിയാസിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ആഡ് ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ കോൾസ് കൊടുക്കണം, മെസ്സഞ്ചർ, വാട്സപ്പ് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കണക്റ്റഡ് ആയിരിക്കണം കേട്ടോ, നിങ്ങളുടെ ഫേസ്ബുക്ക് ആയിട്ടൊക്കെ കണക്റ്റഡ് ആയിരിക്കണം ഈ വാട്സപ്പ് എന്നൊക്കെ പറയുന്നത്. ഇത് എങ്ങനെ കണക്ട് ചെയ്യണമെന്നുള്ളത് യൂട്യൂബിൽ കിടപ്പുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. വേറെ ആൾക്കാരൊക്കെ ചെയ്തൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ പോയി പഠിക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക ആദ്യം. എല്ലാം ഒന്ന് പഠിച്ചിട്ട് മാത്രം നിങ്ങൾ പിന്നെ അഡ്വർടൈസിങ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ചുമ്മാ പൈസ ലൂസ് ആവും, അതാണ്, പൈസ പോകും.
ഇതാണ് മെയിൻ ആയിട്ടുള്ള ഏരിയ. നിങ്ങൾ കണ്ടോ, ഇതാണ് മെയിൻ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. പലർക്കും ഇല്ലാത്ത ഒരു സാധനമാണ് ഈ വെബ്സൈറ്റ് എന്ന് പറയുന്ന സാധനം. വെബ്സൈറ്റ് നിങ്ങൾ ഡൊമൈൻ എടുക്കുക, ആ ഡൊമൈനിൽ നിങ്ങൾ പിന്നെ ഹോസ്റ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുക. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഗൂഗിൾ സൈറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഗൂഗിൾ സൈറ്റ്. ഗൂഗിൾ സൈറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പിന്നെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എന്തോ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പോസ്റ്റിംഗ് ഇല്ലാതെ. ഓക്കെ, നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പം എൻ്റെ വെബ്സൈറ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. marketdads.com. ഓക്കെ, ഇതാണ് എൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഒരു വീഡിയോസ് ഉണ്ട്. ഓക്കെ, നല്ല വീഡിയോസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ തന്നെ പ്ലേ ആവും. ഓക്കെ, അത് കുറച്ച് ഡീറ്റെയിൽ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കണ്ടന്റും കാര്യങ്ങളൊക്കെ, പിന്നെ അതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ, പിന്നെ ടൈപ്പ് ഓഫ് ആഡ്സ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ആഡ്സ് ആണുള്ളത്, പല ടൈപ്പ് ഓഫ് ആഡ്സിനെ കുറിച്ചിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ വെന്യൂ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ആയിട്ട് കലണ്ടറി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന ഫേസ്ബുക്കിൽ ഡൗട്ട് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് 17 അല്ലേ, അപ്പോൾ നാളെ 18-ാം തീയതി നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നേരത്തെ തന്നെ അപ്പോയിൻമെൻറ്റ് എടുക്കുവാണെങ്കിൽ ആ ടൈമിന് എനിക്ക് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക, 7 o'clock നെക്സ്റ്റ് കൊടുത്ത് നിങ്ങളുടെ പേര് കൊടുക്കുക. എന്നിട്ട് പേര് കൊടുത്തിട്ട് പിന്നെ ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്ലീസ് ഷെയർ എനിത്തിങ് ദാറ്റ് വിൽ ഹെൽപ്പ് മീറ്റിംഗ്. ഇതിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ എന്തെങ്കിലും വെബ്സൈറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് പ്രോബ്ലം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ചെയ്തിട്ട് പിന്നെ അങ്ങനെ കൊടുക്കണം. എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഈ മെസ്സേജ് എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ഇമെയിലിൽ കിട്ടും. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എനിക്ക് എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒരു 2-3 വരിയിൽ നിങ്ങൾ അത് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് പർപ്പസ് ഓഫ് കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സൂം കോളാണ് നമ്മൾ സെറ്റ്, ഗൂഗിൾ മീറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്, സൂം അല്ല, ഗൂഗിൾ മീറ്റ്. അപ്പോൾ ഗൂഗിൾ മീറ്റ് നമുക്ക് പിന്നെ മാക്സിമം നിങ്ങളുടെ ഈ ലാപ്ടോപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഗൂഗിൾ മീറ്റ് കയറാൻ വേണ്ടി. എന്ന് വെച്ചാൽ നിങ്ങളെ എന്താണ് പ്രോബ്ലം എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ മാത്രം നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അതിൽ നിങ്ങൾ ആക്സസ് തരുമ്പോൾ ഞാൻ അത് ചെക്ക് ചെയ്യും, അതിന് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് അതിന് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. അപ്പം അതിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഷെഡ്യൂൾ ഇവൻറ്റ് ഉള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഷെഡ്യൂളായി. അപ്പോൾ എനിക്ക് ഒരു മെയിൽ വരും, നിങ്ങൾക്ക് ഒരു മെയിൽ പോകും. അപ്പോൾ ആ ഒരു ടൈമിന് ഞാൻ വന്ന് അത് പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ ഗൂഗിൾ സൈറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ് വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ താഴത്ത് ഇങ്ങനെയുള്ള നമുക്ക് ഐക്കൺസ് കൊടുക്കാവുന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ പോകുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സർവീസസ് ഉണ്ട്. സർവീസസ്, മീഡിയ മിക്സ് മാസ്റ്ററി മെമ്പർഷിപ്പ് എന്ന് പറയുന്ന അതൊക്കെ ഞാൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നാൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ട്രാക്കിംഗ് ആണ്. ഓക്കെ, നമ്മുടെ ഈ വെബ്സൈറ്റിലോട്ട് ആൾക്കാർ ഇങ്ങനെ ഞാൻ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് പല ഏരിയാസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഏരിയസിൽ നിന്നെല്ലാം നമ്മുടെ വെബ്സൈറ്റിലോട്ട് ആൾക്കാർ വന്ന് കയറും. അപ്പം വന്ന് കയറുമ്പം ഞാനിപ്പം ഇവിടെ ഒരു ഗൂഗിൾ ഫോം അല്ല, ഒരു ഫോം സെറ്റ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ, ഇവിടെ ഒരു ഫോം സെറ്റ് ചെയ്ത് ഈ ഒരു വെബ്സൈറ്റ് ഇടുവാണെങ്കിൽ എനിക്ക് ആ ഒരു വെബ്സൈറ്റ്, ഇതിപ്പം ഗൂഗിൾ സൈറ്റിൽ നമുക്ക് വെബ്സൈറ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് നിങ്ങൾ ഗൂഗിൾ സൈറ്റ്സ് ജസ്റ്റ് നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഗൂഗിൾ
ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഗൂഗിൾ സൈറ്റ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. എല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോ ഓൾറെഡി സൈൻ ഇൻ ആണ് കിടക്കുന്നത്. പക്ഷെങ്കിൽ ഇത് ഇങ്ങനെ കാണിക്കുന്നു ഓൾറെഡി സൈൻ ഇൻ ആണ്. ടൂൾ ടാഗ് മാനേജർ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. അപ്പം അതെ ഗൂഗിൾ സൈറ്റ് അത് ഇതിൽ സൈൻ ഇല്ല. എൻ്റെ വേറൊരു വെബ്സൈറ്റിലാണ് സൈനായിട്ട് മെയിൽ ഐ ഡിയിലാണ് സൈനായിട്ട് കിടക്കുന്നത്. ഓക്കെ, ഇപ്പം ഇത് സൈനപ്പ് ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത്. ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുണ്ടാവും. എൻ്റെ ഒരു വെബ്സൈറ്റ് കിടപ്പുണ്ട്. ഇതുണ്ടല്ലോ, നമുക്ക് റിയൽ ടൈം ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റും. ഇത് ഓൾറെഡി കണക്റ്റഡ് ആണ് അതുമായിട്ട് കേട്ടോ. ഞാനിപ്പം ഒരാളെ കയറിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കയറിയത് കൊണ്ടാണ് എന്നെ കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കൊച്ചിയിലാണ്, ഞാനിപ്പോൾ കൊച്ചിയിലാണുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മുന്നേ വെബ്സൈറ്റ് ഓൺ ആക്കിയല്ലോ, അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇത് സൂം ആവുന്നതാണ് കുറച്ചൊരു. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അനലിറ്റിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫുൾ ടാഗ് മാനേജർ വളരെയധികം ടൈം എടുക്കുന്നുണ്ടെന്ന് അറിയാം. കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു പോവുകയാണ്. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നിങ്ങൾ ഡൊമൈനും എടുക്കുക. അതുപോലെ തന്നെ ഡൊമൈൻ എന്ന് പറയുന്നത് പിന്നെ ഈ പറഞ്ഞ ഗോഡാഡി അങ്ങനെയുള്ള ഏരിയാസിൽ നിന്നൊക്കെ നമുക്ക് ഡൊമൈൻ എടുക്കാൻ വേണ്ടി പറ്റും. അതിൽ തന്നെ നമുക്ക് വെബ്സൈറ്റും ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ഇത് നോക്കുവാണെങ്കിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് അതിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ ട്രാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൂഗിൾ ടാഗ് മാനേജറിൽ ആണ് മെയിനായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് ഗൂഗിൾ ടാഗ് മാനേജറിലോട്ട് നമ്മൾ ട്രാക്കിംഗ് ഉള്ള കോഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഓരോ ടാഗ്സ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരേ ടാഗായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഒരേ ട്രിഗേഴ്സ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പിന്നെ വെളിയിൽ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടൺ മാത്രം, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഫോംസ് നമുക്ക് ഈ പറയുന്ന വെബ്സൈറ്റിൽ ആഡ് ഓൺ ചെയ്ത് കൊടുത്തിട്ട് അതിന് താഴത്തായിട്ട് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കൊടുത്തിട്ട് ആ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ മാത്രമായിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അതിൽ സബ്മിറ്റ് കൊടുക്കുന്ന ആരൊക്കെ സബ്മിറ്റ് കൊടുക്കുന്നുണ്ടോ അവരെല്ലാം നമ്മുടെ റിയൽ കസ്റ്റമേഴ്സ് ആണ്. അപ്പോൾ ആ കസ്റ്റമേഴ്സിനെ മാത്രമേ, ആ കസ്റ്റമേഴ്സിനെ പെർസോണ റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്പം ആ കസ്റ്റമേഴ്സ് ഈ പറയുന്ന ഫേസ്ബുക്ക് ട്രാക്ക് ചെയ്തിട്ട് ഈ പിന്നെ അപ്പോൾ ട്രാക്ക് ചെയ്തിട്ട് അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നമുക്ക് കാണിക്കും, നമ്മുടെ അഡ്വർടൈസ്മെന്റ് കാണിക്കും. അതാണ് ഇതിലുള്ള പരിപാടി എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. അപ്പം ഇത് കണ്ടല്ലോ, ഓപ്ഷനിലാണ്, പക്ഷേ മാക്സിമം നിങ്ങൾ കൊടുക്കാൻ വേണ്ടി നോക്കുക. ഇതില്ലാതെ ഒരു പരിപാടിയൊന്നും നടക്കത്തില്ല. ഞാൻ ചെയ്യുന്ന വേറൊരു മെത്തേഡാണ്. അപ്പൊ എനിക്ക് ട്രാക്കിംഗ് കൊടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇത് ഗൂഗിൾ സൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഗൂഗിൾ സൈറ്റ്സ് എന്ന് പറയുന്ന ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഡൊമൈൻ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഗൂഗിൾ സൈറ്റ്സ് എന്ന് പറയുന്നത് ഇത് വെച്ചിട്ടാണ് ഞാൻ വെബ്സൈറ്റ് പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പം അത് നിങ്ങൾ മെയിനായിട്ട് നോക്കുക.
ഓക്കെ. അപ്പോൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പബ്ലിഷ് കൊടുക്കുവാണെങ്കിൽ അത് പബ്ലിഷ് ആവും. അത് കുറച്ച് ടൈം പിടിക്കും. 1 ad set and 1 error. അപ്പോൾ നമ്മൾ വ്യൂ ചെയ്യുക എന്താണ് എറർ സംഭവിച്ചത്. ആഡ് സെറ്റിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഫിക്സ് എറർ. അത്രേ ഉള്ളൂ. ഇത് തന്നെ പറഞ്ഞുതരും എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞുതരും. നമ്മൾ അതനുസരിച്ച് നമ്മൾ പോയാൽ മതി. വെബ്സൈറ്റ് നമ്മൾ കൊടുത്തില്ലേ? To run ads in India, you need declare your registered securities and investment. അതില് അതായത് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആണ് വന്നത്. ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ എന്തെങ്കിലും ആഡ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജ്. അപ്പം നമ്മളെ ഇതിൽ ഓപ്ഷൻ കാണും. ഇതാണ് പോളിസി ആൻഡ് റെഗുലേഷൻസ്. ഇത് കൊടുത്താൽ മതി. ഇപ്പൊ ഇതൊരു ഡിപ്പെൻസ് ഓൺ ആഡ് അക്കൗണ്ട് ആണ്. ഇപ്പൊ ഒരു എത്ര ഇതാണ് നമ്മൾ ടൈം പീരീഡ്. എനിക്ക് പെട്ടെന്ന് തന്നെ ആകുന്നതാണ്. ഇൻ ഡ്രാഫ്റ്റ് ആണ് ഇപ്പൊ കിടക്കുന്നത്. അവിടെ എന്തൊരു പ്രശ്നമുണ്ട്. ഇതാണ് ഇത് ഈ ക്രിയേറ്റീവിന്റെ ഒരു പ്രശ്നമാണ്. ഇങ്ങനെ ഒരു റോക്കറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇട്ടിട്ട് ക്രിയേറ്റീവ് നമ്മൾ അടിച്ചു കഴിഞ്ഞാലേ പെട്ടെന്ന് ബ്ലോക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പം വേണ്ട ക്രിയേറ്റീവ് ഈ റോക്കറ്റ് എന്നുള്ള സിമ്പിളൊക്കെ പ്രശ്നമാണ്. നിങ്ങൾ അഡ്വർടൈസിങ് ചെയ്യുമ്പോൾ ഒരു ഇതൊക്കെ നോക്ക് അങ്ങനെ കുറെ അധികം ഇതുണ്ട്. അതപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കൊടുത്തില്ലായിരുന്നു. ഇതുകൊണ്ടൊന്നും വലുതായിട്ട് പോകേണ്ട. ഡിസ്പ്ലേ ലേബല് URL ഒക്കെയാണ് ചോദിക്കുന്നത്. അതൊക്കെ ജസ്റ്റ് റാൻഡായിട്ട് വിടുക. എന്നിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഇത് നോക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ select datasets conversion event for your ad set.
അതെന്താന്ന് വെച്ചാല് ആ ക്രിയേറ്റീവ് കൊടുത്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. നമുക്ക് ക്രിയേറ്റീവ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ക്രിയേറ്റീവില് പല കാര്യങ്ങളും നമ്മൾ ഈ സെന്റൻസ് ഒക്കെ എഴുതുമ്പോഴേ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നം വരും. അതെ, ഇപ്പോൾ നമുക്ക് ക്രിയേറ്റീവ് മാറ്റിയിട്ടേ ഒരു ചേഞ്ച് ക്രിയേറ്റ് കൊടുക്കാം. അതായത് സെലക്ട് ഒബ്ജക്റ്റീവ് ജസ്റ്റ് നോട്ട് കോൾ ടു ആക്ഷൻ ടൈപ്പ് ചേഞ്ച് കൊടുത്തിട്ട് ഡീസെന്റ് ആയിട്ടുള്ളൊരു സംഭവം കൊടുക്കാം. ഇത് കൊടുക്കാം. ഇതിലും ഈ ഒരു ഇങ്ങനെയുള്ള റോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഒരു പ്രശ്നം. എല്ലാത്തിലും ഉണ്ടെന്ന് തോന്നുന്നു. ഇത് നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് പബ്ലിഷ് ചെയ്ത് നോക്കാം. നമ്മളെ ഇതിനിടയ്ക്ക് സാധനം വിട്ടുപോയി. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് ഫോംസ് എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ ഇൻസ്റ്റന്റ് ഫോംസ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഇൻസ്റ്റന്റ് ക്രിയേറ്റ് ഫോം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണോ ഇൻട്രോ കാര്യങ്ങൾ കൊടുക്കാൻ ക്വസ്റ്റ്യൻ കൊടുക്കുക, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പോയിട്ട് എങ്ങനെയാണ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഇത് പോളിസി പ്രൈവസി പോളിസി എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. അതിൽ നമ്മൾ ലിങ്ക് കൊടുക്കുമ്പോഴേ നമ്മൾ ഈ പറയുന്ന എൻ്റെ അക്കൗണ്ട് ഇതിൽ അബൌട്ട് അസ് എന്ന് പറയുന്ന ഏരിയ ഉണ്ടല്ലോ, അബൌട്ട് അസ് എന്ന് പറയുന്ന ഏരിയയിൽ പോയിട്ട് നമ്മൾ അതിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യാം. ആക്ച്വലി ഇവിടെ പ്രൈവസി പോളിസി എന്ന് പറയുന്ന പോളിസി മാർഗദർശനം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. അപ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പൊക്കോളും. കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. ഇങ്ങനെയുള്ള കുറേ അധികം ടെക്നിക്സുകളുണ്ട് നമുക്ക് അഡ്വർടൈസിങ് പ്രോപ്പറായിട്ട് ചെയ്യാം. ഉണ്ടോ, അതങ്ങനെ ഇട്ട് കൊടുക്കുമ്പം അത് സെറ്റായി, പോളിസി സെറ്റാവും. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പോളിസി നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇല്ല, അപ്പോൾ നിങ്ങൾക്ക് പോളിസി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഒരു ഇത് ക്രിയേറ്റ് ചെയ്താൽ മതി. സെപ്പറേറ്റ് പോളിസി ജനറേറ്റ് പ്രൈവസി പോളിസി എന്നുണ്ട് സെറ്റ് ചെയ്യാം. 100% ഫ്രീ ഇതിൽ നിങ്ങളുടെ വെബ്സൈറ്റ് വേണം കേട്ടോ. വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് വെച്ചിട്ട് വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കോഴ്സ് കൊടുക്കാം. വെബ്സൈറ്റിന് ഒരു URL, വാട്ട് ഈസ് യുവർ വെബ്സൈറ്റ് നെയിം, എൻ്റെ ടൈപ്പ്, എൻ്റെ അടുത്ത് കൺട്രി എല്ലാം കൊടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുമ്പോൾ 5-6 സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അത്രയും സ്റ്റെപ്പ് കൊടുക്കുമ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പ്രൈവസി പോളിസി കിട്ടുന്നതാണ്. ആ പ്രൈവസി പോളിസിയുടെ ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് എടുത്തിട്ട് നേരെ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. അവിടെ ലിങ്ക് എടുത്തിട്ട് നേരെ നമ്മുടെ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതൊക്കെ സെപ്പറേറ്റ് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി എങ്ങനെയാണ് പ്രൈവസി പോളിസി ജനറേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിലൊക്കെ വീഡിയോസ് ഉണ്ട്. ഞാൻ അതുകൊണ്ടിട്ടാണ് ഇതൊന്നും വീഡിയോസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഓക്കെ, നമുക്കിത് കൊടുത്തു നോക്കാം. ഈ ഒരു ക്രിയേറ്റീവ് നമ്മൾ കൊടുത്തു നോക്കാം.
പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്ന ക്വാളിഫൈ ഫിൽറ്റർ എന്ന SMS. നമ്മളിപ്പം ഇത് സബ്മിറ്റ് ചെയ്യുവാണല്ലേ, പിന്നെ ഇത് സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പുതിയത് ക്രിയേറ്റ് ചെയ്യാണ് പറയുന്നത്. ഇത് കൊടുത്തിട്ടൊന്നും റെഡിയാണില്ല. അപ്പം ക്രിയേറ്റ് ന്യൂ കൊടുത്തിട്ട് ഇൻസ്റ്റന്റ് ഫോംസ് ക്രിയേറ്റ് ന്യൂ കൊടുത്തിട്ട് ഹൈ അതിപ്പോൾ കാണിച്ചില്ല. ഷെയറിങ് ഓപ്പൺ ആയി കൊടുക്കുക. ഇപ്പം വേറെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നാണെങ്കിൽ അവർക്ക് നമ്മൾ ആഡ്സ് കാണുന്നവർക്ക് മോർ വോളിയം കൊടുക്കുക. എന്നിട്ട് ഫ്ലെക്സിബിൾ ഡെലിവറി ഒപ്റ്റിമൈസ്ഡ് കൊടുക്കുക. അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഒപ്റ്റിമൈസ്ഡ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, ഹെഡ്ലൈൻ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. നിങ്ങൾ പ്രോപ്പറായിട്ട് ഹെഡ്ലൈനൊക്കെ കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ഹെഡ്ലൈനൊക്കെ അട്രാക്റ്റീവ് ആയിരിക്കണം, ഇത്രേ ഉള്ളൂ. അതായത് എങ്ങനെയാണ് ഒരു ഗൂഗിൾ ഫോം അല്ല ഇൻസ്റ്റന്റ് ഫോം ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. പിന്നെ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എന്തൊക്കെയാണ് ഇപ്പം എനിക്ക് ഇമെയിൽ, ഫുൾ നെയിം, ഫോൺ നമ്പർ. ഇപ്പം ബാക്കിയൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. ഉണ്ടല്ലോ, ഇത് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. എന്തെങ്കിലും കൊടുക്കാന്ന് വെച്ചാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇരുന്നിട്ട് കൊടുക്കണം. ഓക്കെ. ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ലിങ്ക് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക് അബൌട്ട് അസിന്റെ ലിങ്ക് കൊടുത്തു. എന്നിട്ട് വാട്സപ്പിലോട്ട് വരുന്ന രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻ, കോൾ ബിസിനസ്സോ അല്ലെങ്കിൽ വ്യൂ പ്രൊഫൈല് ഒരു വെബ്സൈറ്റിലോട്ട് തന്നെ തിരിച്ചു പോകുന്ന രീതിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെബ്സൈറ്റിലോട്ട് പോകുന്ന രീതിയിലോ ഒക്കെ കൊടുക്കാവുന്നതാണ്. ഓക്കെ. ക്രിയേറ്റ് സെറ്റ് അല്ലേ, ക്രിയേറ്റ് ഫോം കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ കൊടുത്തില്ല. താങ്ക് യു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നൈസായിട്ടുള്ള കുറേ അധികം നിങ്ങൾ ഈ പറയുന്ന ഇതിൽ അടിച്ചു കൊടുത്ത് തന്നെ ഇഷ്ടംപോലെ കിട്ടും. ഞാൻ വേണമെങ്കിൽ ഒരു ട്രിക്ക് കാണിച്ചു തരാം. ഇതില് ഇപ്പോ ഫേസ്ബുക്ക് ഇൻസ്റ്റന്റ് ഫോം ഡിസ്ക്രിപ്ഷൻ അട്രാക്റ്റീവ് കണ്ടന്റ്സ് അടിച്ചു കൊടുത്തത് തന്നെ സാധനം വരും. അപ്പം നിങ്ങൾ എന്താണ് നിങ്ങളുടെ ബിസിനസ് എന്ന് അടിച്ചു കൊടുക്കുക. ഇതിൽ അങ്ങനെ നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെഡ്ലൈൻസ് വരും, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ സൂപ്പറായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഇത് മാസ്റ്റർ മെറ്റാഡ്സ് ഉണ്ട്. ഇത് അങ്ങനെ എന്താണ് നിങ്ങൾ ചെയ്യുന്ന എന്താണ് ബിസിനസ് അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് കിട്ടും. നിങ്ങൾ എന്നിട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ ചുമ്മാ തലവെക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന്. മനസ്സിലായോ? നിങ്ങൾ ഇവിടെ പോവുക, ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പം റെഡിയായി. അപ്പം ഇങ്ങനെയുള്ള കുറേ അധികം പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് നിങ്ങൾ വരും.
വേറൊരു കാര്യം എന്താ വെച്ചാൽ അതിലെ അർജൻസി ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതാണ് വലിയ പ്രശ്നമായിട്ട് വന്നത്. ഇപ്പോൾ ഓക്കെ ആയില്ലേ? അപ്പം ഇങ്ങനെയാണ് ഓരോ ഇതും നമ്മൾ ചെയ്ത് നോക്കേണ്ടത്, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ടാണ് പുതിയൊരു അക്കൗണ്ട് നമ്മൾ ഏത് ആഡ് ആണെങ്കിലും നമ്മളിങ്ങനെ ചെയ്ത് പിന്നെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓരോ ആഡിനും ഓരോ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. ഇപ്പം പേയ്മെന്റ് എറർ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതില് പേയ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. ബില്ലിംഗ് ആൻഡ് പേയ്മെന്റ്സ് ഇത് 0 ആണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് പേയ്മെന്റ് എറർ എന്നുകൊണ്ട് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഫണ്ട് ആഡ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് കിട്ടും. ഓക്കെ, അപ്പം ഫണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ സൈഡിലായിട്ട് ആഡ് ഫണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ട് ആഡ് ആവും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം എങ്ങനെയാണ് ഈ പറയുന്ന നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓവർകം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇത് ഓവർകം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ